DME സ്റ്റാഫ് നഴ്സിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. സൈക്കോളജി ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യം വായിച്ചു നോക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം ചോദ്യത്തിൽ തിയറി എക്സ്പ്ലെയിൻസ് ദ നീഡ്സ് അഥവാ നീഡിനെ കുറിച്ച് വിശദീകരിക്കുന്ന തിയറി എന്ന് കാണുമ്പോൾ തന്നെ മാസ്ലോ എന്ന ആൻസർ കൊടുക്കുന്നവരുണ്ടാകും. എന്നാൽ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് എബ്രഹാം മാസ്ലോ അല്ല. കാരണം ബാക്കി കൂടി വായിച്ചു നോക്കൂ. വിച്ച് മോട്ടിവേറ്റ് ഹ്യൂമൻ ബിഹേവിയർ സച്ച് ആസ് നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പോൾ അച്ചീവ്മെന്റിന് വേണ്ടിയുള്ള ആവശ്യം, അഫിലിയേഷൻ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആവശ്യം, ഇവയെക്കുറിച്ച് പറയുന്നത് എബ്രഹാം മാസ്ലോ അല്ല, മെക്കലാൻഡ് തിയറി ആണെന്ന് ഓർത്തിരിക്കുക. അതങ്ങനെ തന്നെ പഠിക്കുക. ഇനി മെക്കലാൻഡ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 നീഡ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ആ 3 നീഡുകൾ ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. മാപ്പ് എന്ന് ഓർത്താൽ മതി. മാപ്പ് പറയുക. അപ്പോൾ മാപ്പിലെ M മെക്കലാൻഡ് ആണ്. അതിലെ ആദ്യത്തെ A നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, അംഗീകാരത്തിന് വേണ്ടിയുള്ള ആവശ്യം. പിന്നെ P വരുന്നത് നീഡ് ഫോർ പവർ, അധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യം. അപ്പോൾ അത് 3 കൃത്യമായിട്ടും ഓർത്തിരിക്കുക.